ഹലോ, നമ്മളിപ്പം സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫ്രാൻസ് വഴി ലക്സംബർഗിലേക്ക് പോവാണ്. നമ്മൾ ഫ്രാൻസിൽ സ്ട്രാസ്ബർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഫ്രാൻസിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് സ്ട്രാസ്ബർഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടെ സ്വിറ്റ്സർലൻഡിലൊരു ചെറിയൊരു കോഫി ഷോപ്പിൽ കയറിയായിരുന്നു. നമ്മൾ ശരിക്കും സ്വിറ്റ്സർലൻഡിൽ നിന്ന് നമുക്ക് സുവനീറൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സും ഒരു ഡോളും ഒക്കെയാണ് വാങ്ങിച്ചത്. നമുക്ക് പ്രത്യേകിച്ച് സുവനീർ വാങ്ങിക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ലായിരുന്നു. ഇത് ജസ്റ്റ് നമുക്ക് സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിവിടുന്ന് പർച്ചേസ് ചെയ്തത്. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ശരിക്കും സുവനീർ വാങ്ങിക്കാൻ പറ്റാഞ്ഞതൊരു വലിയൊരു നഷ്ടമായിപ്പോയി. കുഴപ്പമില്ല, ഇപ്പം നമുക്ക് തൽക്കാലം ഈ ഡോള് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇനിയിപ്പം നമ്മൾ ഫ്രാൻസിലേക്ക് തിരിച്ചു പോവാണ്. നമുക്ക് സ്ട്രാസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. ഈ കാണുന്നതാണ് കേട്ടോ ഈ സ്വിസ് ഫ്രാൻസ് ബോർഡർ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടില്ല. നമുക്ക് ശരിക്കും വൺസ് യൂറോപ്പിൽ റീച്ചായി കഴിഞ്ഞാൽ ബോർഡറൊന്നും ഭയങ്കര വലുതായിട്ട് പറയാനും മാത്രം ഇല്ല. നമുക്ക് ജസ്റ്റ് ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകുന്നത് അറിയാൻ പറ്റില്ല. നമ്മൾ സൈൻ ബോർഡൊക്കെ കണ്ട് മനസ്സിലാക്കിക്കോണം ഇതിപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൺട്രിയിലേക്ക് എൻ്റർ ആയിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട് മാറുമ്പോൾ തന്നെ നമുക്ക് ആ റോഡിൻ്റെ സ്ട്രക്ചറും ഫുള്ള് ക്ലൈമറ്റും അങ്ങനെ മൊത്തത്തിൽ ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു യാത്രയിൽ പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്നത് നമുക്ക് എവിഡൻ്റാണ്. ചില സ്ഥലങ്ങളിൽ വെയിലാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് മഞ്ഞ്, അങ്ങനെ മാറി മാറിയാണ് ക്ലൈമറ്റ് വരുന്നത്. നമ്മളിപ്പോൾ ഈ സിറ്റിയിലെത്തി. നമ്മൾ കുറച്ചേറെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു ഒരു പാർക്കിംഗ് സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് എന്ന് പറഞ്ഞിട്ടൊരു സിറ്റിയിലാണ് ഉള്ളത്. നമുക്കിവിടെ ഒരു പാർക്കിംഗ് കിട്ടി. അപ്പോൾ അവിടെ നമ്മുടെ മോട്ടോർ ഹോം ചെറുതായിട്ടൊന്ന് പാർക്ക് ചെയ്തു. ഇവിടെ വലിയൊരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. മെയിനായിട്ട് എല്ലാവരും സ്ട്രാസ്ബർഗിലോട്ട് വരുന്നത് വെച്ചാൽ ഈ ഒരു മാർക്കറ്റ് അട്രാക്ഷനാണ്. അപ്പം നമ്മളിവിടെ ഒരു പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തു. നമുക്ക് തൊട്ടടുത്ത് തന്നെ ട്രാമും പോകുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ട്രാമിൽ കയറി ജസ്റ്റ് മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ്. നോക്കാം മാർക്കറ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ ട്രാമിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ട്രാമിൽ കയറി നമുക്ക് സ്ട്രാസ്ബർഗ് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോവാം. നമ്മുടെ ട്രാം വന്നു, പക്ഷെ നല്ല തിരക്ക്. ഇതിൻ്റെ നമ്മൾ എവിടെ കയറാനാ? ഇത് നല്ല തിരക്കല്ലേ. നമ്മളിപ്പം ട്രാമിൽ പോയിക്കൊണ്ടിരിക്കുക സ്ട്രാസ്ബർഗ് മാർക്കറ്റിലേക്ക്. ബാൻഹോഫ് എന്ന് അങ്ങനെ എന്തോ ആണ് സ്ഥലപ്പേര്. നമുക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ അറിയില്ല. നമ്മളിവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ട്രാവൽ കയറിപ്പോയെങ്കിൽ അവിടെ സെൻട്രൽ മാർക്കറ്റിൽ പോകാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞത്. നമ്മൾ വിചാരിച്ചു വണ്ടിയിൽ നേരെ അങ്ങ് പോകാം, അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പിന്നെ മനസ്സിലായത് ഇവിടെ ഭയങ്കര സോൺ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. സോ ഞങ്ങൾ ട്രാമിൽ കയറി. ഇവിടെ ശരിക്കും നമ്മൾ വന്ന് ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ പറയാം, ഇത്രയ്ക്ക് തിരക്കുള്ള ഫ്രാൻസിലെ ഒരു സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര തിരക്ക്. ഒരു പള്ളിപ്പെരുന്നാളിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, അത്രയ്ക്ക് തിരക്ക്. വേണ്ട അങ്ങനെ വിട്ടൊന്നും പോകണ്ട, ഒരുമിച്ച് അങ്ങ് നടന്നാ മതി. കാരണം ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ട്. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കാണുന്നത് നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ഫ്രാൻസിൽ ഇത്രയും തിരക്കും. നമ്മൾ ഐഫൽ ടവറിൽ പോയപ്പോൾ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ആൾക്കാർ നമ്മളവിടെ കണ്ടെന്ന്. പക്ഷേ ഈ മാസ്റ്റീ നോയൽ എന്ന് പറയുന്ന ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ ശരിക്കും നല്ല തിരക്കുണ്ടെന്ന് വെച്ചാൽ നല്ല തിരക്ക്. നമ്മളെ മിസ്സായി കഴിഞ്ഞാൽ കിട്ടില്ല, അമ്മാതിരി തിരക്കുണ്ട്. ആരെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ പോയി എന്നങ്ങ് കരുതിക്കോണം. ഇവിടെ ഫുള്ള് ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇങ്ങനെ കിടക്കും. എല്ലാ ബിൽഡിങ്ങും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ അതിൻ്റെ ഒരു ഭംഗി, ഒരു
പ്രത്യേക ഭംഗിയാ. ഈ ബിൽഡിംഗ് ഒക്കെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ എന്തോ ചോക്ലേറ്റ് കഫേയാ, ചോക്ലേറ്റിന് എന്തോ വെറൈറ്റി ഡിഷസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ ഭയങ്കര തിരക്ക്, എല്ലാവരും ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ വൻ ക്യൂ ആ. ഇതിന്റെ ബാക്കിലായിട്ടാണ് മറ്റേ ഫേമസ് ആയിട്ടുള്ള ഈ ടെഡീസിന്റെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഈ ബിൽഡിംഗ് നോക്കിയേ, ടെഡീസിന്റെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നുണ്ടോ? അതൊന്നും പക്ഷെ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. ഫോൺ നോക്കിക്കോണേ. അപ്പുറത്തെ കണ്ടോ മറ്റേ വാഫലിന്റെ മേളിലോട്ട് പൊക്കിപ്പെട്ട് താഴോട്ട് പിടിക്കുമ്പോൾ ആൾക്കാർ കൊണ്ടുപോകുന്നത്. ശരിക്കും നമുക്ക് നല്ല പേടിയുണ്ട്, ക്യാമറ ഫോണൊക്കെ മോഷണം പോകും, അത്രയും തിരക്കുണ്ട് ആൾക്കാരുടെ. തിരക്കിനിടയ്ക്ക് 2 കൈകൾ മാത്രമേ. നിങ്ങളൊക്കെ പിന്നെ എന്താ വിചാരിച്ചേ? ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞ പിന്നെന്താ? ഇത് നോക്കി ഇങ്ങോട്ട് കാണിച്ച്. ഇത് നല്ല രസമുണ്ട് ഈ ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ അത് ഫുൾ ഇങ്ങനെ സ്റ്റാർസ്, ഫുൾ ഇതിൻ്റെ പല വെറൈറ്റി ആയിട്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ തിരക്കുണ്ട്, നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഇവിടെയൊക്കെ ഫുള്ള് പല വെറൈറ്റി ഫുഡ് ഐറ്റംസാണ് ഉള്ളത്. വലിയൊരു ക്രിസ്മസ് ട്രീ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഫുള്ളി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള. ഇവിടെയൊക്കെ ഫുള്ള് പിള്ളേർ ഇതിൻ്റെ അകത്ത് കിടന്ന് കളിക്കുക. നല്ല തിരക്കായി ഒരു മാർക്കറ്റ്. നമ്മൾ ശരിക്കും വന്ന ട്രാമിൽ ഫുള്ള് ആൾക്കാർ ഇവിടെ ഇറങ്ങാനുള്ളവരായിരുന്നു, അത്രയ്ക്ക് തിരക്കായിരുന്നു ഈ മാർക്കറ്റിൽ. ആൾക്കാർ വന്ന് ഇറങ്ങാൻ തന്നെ നല്ല തിരക്കുണ്ട്. അയ്യോ, എല്ലാവരും കൂടി പിടിച്ച് ദൂരെ കളയും. അല്ല, ആരെയും കാണുന്നില്ല. ഞാൻ മിസ്സായോന്ന്. ഇത്രയും മനുഷ്യന്മാർ ഇത് ഇവിടെ നിന്ന് വന്നെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ആൾക്കാർ ഈ ഫ്രണ്ട്സിലുണ്ടായിരുന്നു. അയ്യോ, ഇവിടെ നടക്കാൻ പോലും സ്ഥലമില്ലല്ലോ. നമുക്ക് ഇങ്ങോട്ട് പോയാലോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് സോറി. ഇങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയാ പോരെ. ഈ ഇതിന്റെയൊക്കെ ഫ്രണ്ടിൽ ഫുഡ് സപ്ലൈസ് ഇല്ലേ, ഇതിന്റെയൊക്കെ ഫ്രണ്ടിൽ ആൾക്കാർ ക്യൂ നിന്നാ സാധനം വാങ്ങിക്കുന്നത്. ഇത് ക്യൂ ആണ് ഈ കാണുന്നത്. ഞാൻ അതിന്റെ ഇടയ്ക്ക് കൂടെ ചാടി വന്നത്. ഇത്രയും ക്യൂ നിന്ന് കഴിക്കാനും മാത്രം ഇവിടുത്തെ ഫുഡ് എന്താ സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കൊള്ളാം, ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. അത് കൊള്ളാം. ഇവിടുന്ന് സുവനീർ ഓൾറെഡി വാങ്ങിച്ചു, അതുകൊണ്ട് ഇപ്പൊ സുവനേഴ്സ് ഒന്നും വേണ്ട. ഒരുവിധം ഈ ക്രിസ്മസ് മാർക്കറ്റിന്റെ അകത്തുനിന്ന് ചാടി പുറത്ത് രക്ഷപ്പെട്ട് ഇറങ്ങി. നമ്മളിപ്പോൾ തിരിച്ചു പോകാനുള്ള ട്രാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ലൊക്കേഷനിൽ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. അങ്ങനെ നമ്മളിവിടുത്തെ സ്റ്റാഫിനോടൊക്കെ ചോദിച്ചു, പക്ഷെ അവർക്കും ഈ പ്രോപ്പറായിട്ട് ലൊക്കേഷൻ പറഞ്ഞു തരാൻ അറിയില്ലായിരുന്നു. നമ്മളാകെ ഡൗട്ട്ഫുള്ളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്.
അവസാനം നമ്മൾ ഒരു ആവശ്യമില്ലാതെ പോയിട്ട് തിരിച്ച് ലൊക്കേഷനിലെത്തി. ചണക്കുട്ടൻ നമ്മുടെ ജസ്കോടെ കിടപ്പുണ്ട്, ആരും നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് ചാടി ഇറങ്ങിപ്പോണം. മുമ്പേ അതിന് പോവായിരുന്നു. ഒന്നും പറയണ്ട ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ ലാൻഡ്സ്ബർഗിൽ തന്നെ വന്നെത്തി. ഇവിടെയുള്ള ഓപ്പറേറ്റർമാർക്കൊന്നും ഈ സ്ഥലം ഒന്നും അറിയത്തില്ല. നമ്മൾ പോയ ലൊക്കേഷൻ സേവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ സേഫായിട്ട് കയറിയ സ്ഥലത്ത് തന്നെ വന്ന് ഇറങ്ങി. നമ്മൾ ലൊക്കേഷൻ സേവ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഇന്ന് ഈ ഫ്രാൻസിൽ കിടന്ന് പെട്ടേനായിരുന്നു. നമുക്കെന്തോ ആയി ഇറങ്ങിയ സമയത്ത് ഒരു ബുദ്ധി തോന്നി, ലൊക്കേഷൻ സേവ് ചെയ്തു. പക്ഷെ വണ്ടി ലോക്ക് ചെയ്യാൻ മറന്നു. ലൊക്കേഷൻ സേവ് ചെയ്തപ്പോൾ വണ്ടി ലോക്ക് ചെയ്യാൻ മറന്നു. ഇനി വണ്ടിയിലുള്ള സാധനം ആരെങ്കിലും അടിച്ചു പറ്റിക്കൊണ്ട് പോയോ ഇനി വണ്ടി പോയി നോക്കാം. നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ഒരു ധൃതിക്ക് വണ്ടി ലോക്ക് ചെയ്യാൻ അങ്ങ് വിട്ടുപോയായിരുന്നു. ഇപ്പം നമ്മൾ തിരിച്ചു വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്തു, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. വണ്ടി സേഫാണ്, സാധനങ്ങളെല്ലാം സേഫാണ്, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് നേരമായിട്ട് വിശന്ന് വലഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു മക്ഡിയോ അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻ്റ്, ഒരു KFCയോ ഇനി എന്തെങ്കിലും ഒരെണ്ണം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ ഹൈവേയിലെങ്ങും ഇതൊന്നുമേ ഇല്ല. നമ്മൾ പോകുന്ന റൂട്ട് വിശന്ന് കഴിഞ്ഞാൽ ശരിക്കും വലയും എന്നുള്ള കാര്യത്തിൽ ഇതോടെ തീരുമാനമായി. ആ, ഫ്രാൻസിൻ്റെ റോഡിനെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാ റോഡും ടോൾ റോഡാണ്, കൂടുതലും ടോൾ റോഡാണ്. ആ, വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയ തെണ്ടും. ഫുള്ള് ടോൾ റോഡാണ്. ടോളെന്ന് വെച്ചാൽ 1.5 പിരിവ് അതിൻ്റെ അകത്ത് വരുന്നത്. നല്ല എമൗണ്ടാണ് വരുന്നത്. ഓക്കെ, നല്ല ലെങ്തി ആയിട്ടുള്ള റോഡാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ നല്ല പൈസയാണ്. നമ്മൾ ഒരിടത്തുനിന്ന്, അതായത് എൻട്രി പോർഷനിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് എക്സിറ്റിൽ ടിക്കറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബില്ല് വരും. ബില്ലെന്ന് പറയുന്നത് ഒരു 1.5 ബില്ലായിരിക്കും. ഇവിടെ ഫുള്ള് ടോൾ റോഡാണ്, ഇഷ്ടം പോലെ ടോളുണ്ട്. സ്വിറ്റ്സർലൻഡിൽ ഫുള്ള് ടണലാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിൽ ഫുള്ള് ടോളാണ്. ടണലാണെങ്കിലും ശരിക്കും അവരാണ് ഈ ക്യാഷ് പിരിക്കേണ്ടത്. അവരൊന്നിനും പൈസ പിരിച്ചിട്ടില്ല. അവർ നല്ല അടിപൊളിയായിട്ട്, അവിടെ KFC ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറിയാലോ. അയ്യോ, ഓപ്പോസിറ്റ് സൈഡായി പോയി. അപ്പം അതേപോലെ ഈ സൈഡും കാണണ്ടല്ലേ എന്തെങ്കിലും. ആ മോളിലുള്ളത് ഷോപ്സ് ആയിരുന്നോ? അതുകൊണ്ട് അപ്പുറത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഗ്രാൻഡ് റോയൽ ഹോട്ടലോ എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ കുറച്ച് നേരമായിട്ട് വിശന്ന് വരിക. അപ്പം നമ്മൾ നിർത്തിയത് സ്വിറ്റ്സർലൻഡിൽ ഇഷ്ടം പോലെ ടണൽസ് ഉണ്ട്. അവർ നല്ല അടിപൊളിയായിട്ട് ഈ എന്താ പറയുന്നത്, മൗണ്ടെയ്ൻസൊക്കെ തുരന്ന് ടണലാക്കി വെച്ച് ആൾക്കാർക്ക് നല്ല സൗകര്യപ്രദമാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും അവരാണ് ഈ കാശൊക്കെ പിരിക്കേണ്ടത്. അവിടെ യാതൊരുവിധ അനാവശ്യമായിട്ടുള്ള ഒരു പിരിവും നമ്മൾ കണ്ടിട്ടില്ല. ഫ്രാൻസിലെ മുക്കിനും മൂലയിലും എല്ലാം ടോളാക്കി വെച്ചിട്ട് നമ്മുടെ അടുത്തുനിന്ന് കാശ് അടിച്ചെടുക്കുന്ന പരിപാടിയാണ്. ഫൈനലി നമ്മൾ മഗ്ഡി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം അലഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് മഗ്ഡി കണ്ടുപിടിച്ചു. പക്ഷെ അതിൻ്റെ അകത്ത് എങ്ങനെയാ കയറുന്നതെന്ന് അറിയത്തില്ല. അയ്യോ, കണ്ടുപിടിച്ചിട്ടും കാര്യമില്ലല്ലോ, അകത്ത് കയറുന്ന സ്ഥലം അറിയത്തില്ല. ഇതെങ്ങനെ കയറുന്നേ? ഇപ്പൊ കയറാൻ പറ്റത്തില്ലേ? അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. എൻട്രി അങ്ങോട്ടാ. എൻട്രിന്ന് കാണിച്ചേക്കുന്ന കണ്ടില്ലേ? എൻട്രി. ഇവരുടെ ഭാഷയൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇവരുടെ ലാംഗ്വേജ് ഒക്കെ ഞാൻ പഠിച്ചു. നമ്മുടെ ഫ്രാൻസിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പം നമ്മൾ എവിടെ നിന്ന് മഗ്ഡിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത ലക്സംബർഗിൽ കയറും. അത് ഭയങ്കരമായിട്ട് റോഡിന്റെ സ്ട്രക്ചർ മാറി കേട്ടോ. റോഡ് കുറച്ച് ഇതായി, ലക്ഷറി ലുക്കായി ലക്സംബർഗിൽ എത്തിയപ്പോ.
ഇതിൽ ബോർഡർ എന്തേ? Slightly right onto E25, sides from E29, E44, then take the E44. അപ്പം നമ്മളിപ്പോൾ ലക്സംബർഗിൻ്റെ ടണലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇത് കൊള്ളാലോ, നല്ല രസമുണ്ട്. ഒരു റോഡ് സ്ട്രക്ചർ ചെയ്തേക്കുന്നതും ലൈറ്റ്സ് സെറ്റപ്പും ഒക്കെ ഒരു വെറൈറ്റി ലുക്ക്. നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേന് ആ ഒരു റോഡിൻ്റെ സ്ട്രക്ചറും മൊത്തത്തിലൊരു മാറ്റം. നമ്മളിപ്പം ലക്സംബർഗിൽ എടുത്തേക്കുന്ന ക്യാമ്പ് സൈറ്റിലോട്ട് പോകുന്ന വഴിയാണ്. റോഡിൻ്റെ രണ്ട് സൈഡും ഫുള്ള് എന്ത് ഫോറസ്റ്റ് പോലെ ഉണ്ട്, ഫുള്ള് മരങ്ങളാണ്. അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ അടിപൊളി റോഡ്. നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വലുതായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. പകൽ കണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ആദ്യമായിട്ടാണ് തോന്നുന്നു റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ ഒരു ക്യാമ്പ് സൈറ്റ്. ഞാൻ അവരുടെ ഇതിൽ നിന്ന് എടുത്താ തന്നത്, എനിക്കറിയത്തില്ല. നോക്കണം ഒന്നൂടെ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. Take the next right, then your destination will be on the left. ലെഫ്റ്റോ? ഇവിടെ ക്യാമ്പ് സൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഓ ഇത് തന്നെ ക്യാമ്പിംഗ് ബെല്ലെ വ്യൂ 2000. അത് തന്നെ കറക്റ്റ്. നമ്മുടെ ക്യാമ്പ് സൈറ്റിലെത്തി. നമ്മുടെ യൂറോപ്പ് ട്രിപ്പിലെ അവസാനത്തെ ക്യാമ്പ് സൈറ്റ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.